അപ്പോൾ ഇത് നമ്മളെ പഴയ കാസറ്റില്ലേ ബേബി ആൽക്കടെ, അത് ചുറ്റിപ്പണിഞ്ഞും കൊണ്ടുള്ള പഴയ നമ്മളെ കാസറ്റില്ലേ റെക്കോർഡിങ് കാസറ്റ്, അതിലൊക്കെ ഇട്ട് വളർത്തിയിരുന്ന സാധനമാണ്. എന്തായാലും നല്ല ഭംഗിയാണ്. ഹവാ ഹവാ. ഇത് പിന്നെ പനിക്കൂർക്ക അറിയും, കഞ്ഞിക്കൂർക്ക അറിയും. കഞ്ഞി വെക്കുക, നാവിന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് അകത്ത് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നാവിനറിയും, പുണ്ണ് വരും. അപ്പോൾ ഇത് രണ്ടെണ്ണം ചമച്ച് മാറണില്ലെങ്കിൽ വൈദ്യസഹായം തേടണം. ഇതുമുള്ള ഒരു റംബൂട്ടാൻ തൈയാണ്. അപ്പോൾ ഇത് മലേശം പരിപാടികൾ ചെയ്യാണ്ട് അത് വളർന്നിട്ടേ ചെയ്യുന്നുള്ളൂ. വല്ലാണ്ട് വലുതായപ്പോൾ ഞാനത് മുറിച്ചതാണ്. ഒരു 8 mm അല്ല 12 mm നമ്മളെ TMT ബാറില്ലേ, വാർക്ക കമ്പിയുടെ വണ്ണം വന്നിരുന്നു. അപ്പോൾ നമ്മളാ ഗോവിന്ദസ്വാമിയാരില്ലേ ജയിലിൽ ചാടുമ്പോൾ ഇരുന്ന് മുറിച്ചമാരി ഒന്ന് മുറിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അങ്ങനെ നമ്മളും കൂട്ടി അറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾക്ക് തീറ്റ കൊടുക്കണ്ടേ ഗവൺമെൻറ്റിന്. ഈ സാധനം രാവിലെ തന്നെ കൈ വരച്ചിട്ട് അല്ല, ക്യാമറ റോൾ ചെയ്യുമ്പോൾ കാറ്റ് വീശുകയാണ്. അപ്പോൾ ഇതൊരു ഔഷധമാണ്. ഇത് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒന്ന് നല്ല ഗ്രോത്തിൽ വന്നു എന്നുള്ളൂ. ഇതിൻ്റെ പേര് ശതാവരി എന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടി കഴിച്ചിലാകുമ്പോൾ നമുക്ക് ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ പോവാം. പെണ്ണുങ്ങൾ ഇതേ മണ്ടി കഴിച്ചിലാകുമ്പോൾ അഥവാ ഷാളുമ്പോൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് പെനയും. അതാണ്. റോസും അത്ര നല്ലതല്ല, ശതാവരി അത്ര നല്ലതല്ല. കണ്ടോ, നമ്മൾ മീനില്ലേ വെട്ടാറിൽ എന്നൊക്കെ ഞങ്ങളിവിടെ പറയും, അതിൻ്റെ മുതുകത്തും അടിവയറ്റിലും ഉണ്ടാവും 2 മുള്ള്. അത് മാതിരിയാണ് ഈ സാധനം. അതിൻ്റെ ദേരശയ്ക്കുള്ളതാണ്. അതുമാതിരിയാണ് ഈ സാധനം എന്ന് ഞാൻ പറയുക. കണ്ടോ, ഒരു തുള്ളി വിഴാരായിട്ട് നിൽക്കണം. ഇത് നമ്മളെ ചെറിയൊരു തക്കാളി തൈ. സംഗതി ഒരു മയിൽ വളപ്പ് കിടന്നിട്ടുണ്ട്. അപ്പോൾ മയിലും അത്ര നല്ലതല്ല അധികമായി കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം, കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മളെ ദിലീപേട്ടൻ പറഞ്ഞ മാതിരി ഗുണ്ടുമുളക് എന്നാണ് ഞങ്ങളിവിടെ ഇതിന് പറയുക. ഇത് സുർക്കയിലൊക്കെ ഇട്ട് വെച്ച് കഴിക്കാൻ നല്ല രസമാണ്. തുമ്പിപ്പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ. ഈ ചെടി പിന്നെ എളുപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ചേഞ്ച് റോസാണ് എന്നാണ് പറയുക. രാവിലെ വൈറ്റ് ആവും, പ്യൂർ വൈറ്റ്. വൈകിട്ട് വരുമ്പോൾ ഒരു പിങ്ക് കലർന്ന റോസ് കളർ. അപ്പോൾ അതങ്ങനെയാണ്. ഇത് വേറെ കളറൊന്നും ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യണ്ട, ഫോട്ടോ സഹിതം കാണിച്ചു തന്നാൽ മതി. ഇത് നമ്മളെ കൊടുവേലി, ഒരു ഔഷധ സസ്യമാണ്. ഇത് ഞാൻ ഇവിടെ കൊടുന്നുണ്ടാക്കിയതാണ്. ഇതിൻ്റെ പേര് ചുവന്ന കൊടുവേലി. ഇങ്ങനത്തെ നീലയുണ്ട്, വെള്ളയുണ്ട്, എനിക്കറിയാം. ബാക്കി കളറുകൾ ഉണ്ടോയെന്നറിയില്ല, മഞ്ഞ ഉണ്ടോയെന്നറിയില്ല. ഇത് കണ്ടാൽ നാരകമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് തൈയാണിത്. പിന്നെ നമ്മൾ വേറൊരു പഴം ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ അതേമാതിരി, നാരകത്തിൻ്റെ അതേ വർഗ്ഗത്തിൽപ്പെട്ടത്, മൂസമ്പി, അതാണ് അതിൻ്റെ പേര്. ജ്യൂസ് അടിച്ച് കഴിക്കണത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടു വന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. കായ്ക്കും, കായ്ക്കാതിരിക്കില്ല. കാരണം വാങ്ങിയതല്ല, നമ്മൾ കഴിച്ചതിൻ്റെ വിത്തുകളാണ്. അപ്പോൾ കുറച്ച് വൈകിയാലും ഉള്ളത് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ നേരം വെളിച്ചേ ഉള്ളൂ. ഇത് വെറ്റിലയാണ്.
പിന്നെ ഈ സാധനം കണ്ടില്ലേ, ഇത് ഒരു പുൽനാമ്പാണ്. ഇത് ഞങ്ങളവിടെ രാവിലെ കുളിക്കാൻ പോകുമ്പോൾ നാവ് ക്ലീൻ ചെയ്യാൻ ടങ് ക്ലീനറായിട്ട് ഉപയോഗിക്കും. അടിപൊളിയല്ലേ? ഈർക്കൽ വേണ്ടാന്ന് പറയുക. പിന്നെ ഇതൊരു ചെറിയ ചൂരലാണ്, ചൂരൽ മലയാണ്. അപ്പോൾ ഇത് പറിച്ചൊടിച്ച് കുത്തിയിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, ഉള്ള സ്ഥലത്ത് നമ്മൾ ചൂരൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ നാമ്പ് വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാനതിൽ പശമ കൂട്ടിയിട്ട് നശിച്ചു. പക്ഷെ എന്നാലും വിട്ടുപോയിട്ടില്ല, സാധനം ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു അടിപൊളി സാധനം കാട്ടിത്തരാം. ഇത് നമ്മളെ കുപ്പിക്കുള്ളിലെ കവിതയാണ്. അതായത് ഇത് പുറത്ത് ചാടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത് നമ്മൾ ഏതാ കുപ്പി അറിയോ? ബക്കാടി വൈറ്റ് റം സാധനമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നും ഒരു തുള്ളി കഴിക്കലില്ല. മദ്യപാനം പൂർണ്ണമായിട്ടാണ് നിർത്തിയിറക്കണം. മദ്യം എന്താണെന്ന് തന്നെ നോവിനറിയില്ല. പിന്നെ ഇത് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ബ്ലാക്ക്. ഇത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയത്തെ നമ്മൾ കുടിക്കണില്ല, ഉടയണ കുപ്പിയാണ് ഇഷ്ടം. നമ്മളൊരു കള്ളും കുപ്പിയാണ് വിചാരിച്ചിട്ടേ പീഠത്തമില വെച്ചാണ്. അതായത് നമ്മളെ കണ്ടില്ലേ, ബ്ലാക്ക് ലേബിളാണതേ, ബ്ലാക്ക് ലേബിള്. ഇടയിൽ മണ്ണുണ്ട്. 750 ml. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. അപ്പം അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് നമ്മളെ കപ്പളങ്ങ അല്ലെങ്കിൽ കറുമത്ത്, അതിൻ്റെ തൈകളാണ്. ഇത് നമ്മൾ മുളപ്പിച്ചതാണ് കേട്ടോ. ഇത് ഒരു ഉള്ളിൽ ഒരു ഇളം റോസ് കളറുള്ള പപ്പായയാണ്. അപ്പോൾ ഇത് നമ്മൾ മുളപ്പിച്ചതാണ്. പക്ഷികൾക്ക് തിന്നാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കും കഴിക്കാം. അങ്ങനെയാണ്.